ലവ് സ്റ്റോറി സിനിമകൾ വരുമ്പോഴേക്കും ഒരു റൂട്ടീൻ സെറ്റപ്പിലുള്ള സ്റ്റോറിയുടെ മുകളിലേക്ക് ഞാനൊന്നും പ്രതീക്ഷിക്കാറില്ല. എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാൻ നോക്കാറുള്ളത്. പക്ഷെ ചില സിനിമകൾ വരുമ്പോൾ അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ലാത്ത പാറ്റേണിൽ ഒരു ലവ് സ്റ്റോറി പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത്തരം സിനിമകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിൻ്റെ ഒരു ജോൺറ ഒരു റൊമാൻസ് സെറ്റപ്പിലല്ല വരുന്നത്. എങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു റൊമാൻറ്റിക് ത്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം ആരും അപ്രീഷിയേറ്റ് ചെയ്യാത്തൊരു ലിസാറോയ് സിനിമയാണ് റെമിനിസൻസ്. നിക്ക് ആൻഡ് എമിലി അവർക്ക് വരുന്ന ഓരോ ക്ലയൻറ്റുകളുടെ മെമ്മറീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്യുപ്മെൻറ്റ് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ചാവി നഷ്ടപ്പെട്ടിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി മേന്നൊരു ക്ലയൻറ്റ് നിക്കിൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് മിസ്റ്ററീസ് സംഭവിക്കാൻ തുടങ്ങുന്നു. ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണെങ്കിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടമായൊരു സിനിമയാണ് റെമിനിസൻസ്. എയുടെ ലോകത്ത് ജീവിക്കുന്ന തിയേഡോ ഇപ്പോഴത്തെ എല്ലാം നല്ല അഡ്വാൻസ്ഡ് ആയൊരു ലോകമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മനുഷ്യരെ സ്നേഹിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതങ്ങനെയല്ല. സ്പൈക്ക് ജോൺസ് വളരെ ഡിഫറെൻ്റ് ആയൊരു ത്രെഡാണ് ഹെയർ എന്ന സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയ കമ്പനിയില്ല, ഡിവോഴ്സ്ഡ് ആയൊരു പ്രൊട്ടാഗണിസ്റ്റ്. അങ്ങനെ മൊത്തത്തിൽ ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് പ്രൊട്ടാഗണിസ്റ്റിന് ഉള്ളത്. പുള്ളി ഒരു റൈറ്ററും കൂടിയാണ്. അങ്ങനെ റൈറ്റിങ്ങിൻ്റെ ആവശ്യത്തിൻ്റെ ഒരു AI സിസ്റ്റം വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അൺഇൻറ്റൻഷനലി ആ AI സിസ്റ്റത്തിനോട് തിയേഡോ ഫീലിങ്സ് കാട്ടാൻ തുടങ്ങും. അത് പിന്നീട് ഒരു കോംപ്ലിക്കേറ്റഡ് രീതിയിൽ പോകുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൊട്ടാഗണിസ്റ്റിനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് തുടങ്ങി. റാൻഡമായി സിനിമകൾ കാണുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് കണ്ടൊരു ഗാരി വെന്നിക് സിനിമയാണ് 13 Going on 30. ചൈൽഡ്ഹുഡ് ഭയങ്കര ബോറിംഗ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ചെന്നാറി. പെട്ടെന്നൊരു ദിവസം 30-ാം വയസ്സിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ 17 വർഷം ഒറ്റയടിക്ക് പോയി. 30-ാം വയസ്സിലോട്ട് ചെന്നാറിക്ക് എന്നിട്ട് എത്തിപ്പെടുന്നു. ഫ്രണ്ട്സ് മാറി, ലൈഫ് സ്റ്റൈല് മാറി. ഇപ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടേ എന്ന് പോലും ഇവർക്കിപ്പോൾ വലിയ പിടിയില്ല. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചൊരു ടൈമിൽ പഴയ ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നു. പക്ഷേ വിഷയം എന്തെന്നാൽ ഈ 17 വർഷത്തിൽ ജെന്നയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ഇവർക്ക് ക്ലിയർ ആയിട്ടില്ല. ഒരു ഫീൽ ഗുഡ് വൈബിലുള്ള ഒരു നല്ല സിനിമയാണ് 13 Going on 30. ട്വിറ്റർ എടുത്ത അവിടെയും ഈ സിനിമയെക്കുറിച്ചിട്ട് കുറേ പോസ്റ്റ്, ഇൻസ്റ്റയിൽ വന്നാലും ഇതന്നെ അവസ്ഥ. എന്താണിപ്പോൾ ഇതിലിത്ര സംഭവമായിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ കണ്ടൊരു മിഷേൽ ഗോൺഡ്രെ സിനിമയാണ് എറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ്. ഒരു ട്രെയിൻ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് വളരെ സൈലൻറ്റ് സ്വഭാവമുള്ള ജോ ക്ലെമൻറ്റൈൻ എന്ന ക്യാരക്ടറിനെ നോക്കാൻ തുടങ്ങും. അവർ തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ ജോ പിന്നെ നോക്കുന്നില്ല. പിന്നെ ജോ വേറെ എങ്ങോട്ട് പോയാലും അവിടെയും ഇവരുണ്ട്. അങ്ങനെ കണ്ട് അവസാനം ക്ലെമൻറ്റൈൻ ജോനായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. ആൻഡ് ക്ലെമൻറ്റൈൻ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങുന്നു. ഇവരെങ്ങനെ ഈ കമ്പനി കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു ട്വിസ്റ്റ് സംഭവിക്കും. അതാണ് എൻ്റെ സിനിമ തന്നെ. നല്ല യുണീക്കായൊരു പ്രസൻറ്റേഷൻ ഒരു സിനിമയാണ്. ഇതുപോലത്തെ ഒരു കോൺസെപ്റ്റ് ഞാൻ മുന്നേ വേറെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നത്. ഹാപ്പി ഓർ സാഡ് അത് തിരിച്ചറിയാൻ മാത്രം എനിക്ക് ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന ലവ് സ്റ്റോറീസ് അറിഞ്ഞിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എനിക്കത് മടിയാണ്. അതിങ്ങനെ വാച്ച് ലിസ്റ്റിൽ കിടക്കും. പെട്ടെന്നൊരു ദിവസം വേറൊന്നും കാണാനില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ കണ്ടൊരു ലീറ്റോളിൻ ക്രേഗർ സിനിമയാണ് ഏജ് ഓഫ് അഡ്ലൈൻ. അഡ്ലൈൻ ബോമൈൻ എന്ന പ്രൊട്ടാഗണിസ്റ്റ് വർഷങ്ങളായിട്ട് പല പേരിൽ പല ഐഡൻറ്റിറ്റിയിൽ പല രാജ്യങ്ങളിൽ ജീവിച്ചൊരു പ്രൊട്ടാഗണിസ്റ്റാണ്. ഇവരിങ്ങനെ ആരായിട്ടും അങ്ങനെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവാത്ത ഒരാളാണ്. മകളായിട്ട് മാത്രം കണക്ഷൻ വെക്കുമെങ്കിലും ഇവർ പെട്ടെന്ന് ഓരോ സ്ഥലത്തുനിന്നും മുങ്ങും. പക്ഷെ എവിടെ പൊങ്ങും എന്നുള്ളത് ഇവർ മകളോടല്ലാണ്ട് വേറെ ആരോടും പറയാറില്ല. ആൻഡ് മകളേറ്റവും അധികമൊന്നും സംസാരിക്കുന്നില്ല, അതും വല്ലപ്പോഴും മാത്രമാണ്. പക്ഷെ ഒരു ദിവസം ഇവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് ഒരാൾ സംസാരിക്കാൻ വരും. പക്ഷെ ഇവരെ വല്ലാണ്ട് മൈൻഡ് ചെയ്യില്ല. അതിനൊരു റീസണുണ്ട്. അതിന് സിനിമ കാണണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വന്നൊരു ഫീലുണ്ട്. രജനി പറഞ്ഞ പോലെ എന്നാ ഫീല് മൈൻഡ് ബ്ലോയിങ്. അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സിനിമയാണ് ഇത്. ഈ ലിസ്റ്റിലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.